പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ രോഗികളുടെ ജീവനെടുക്കുന്ന കേന്ദ്രങ്ങളായി മാറിയെന്ന് കെ.സി. വേണുഗോപാൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം മരണമടഞ്ഞ പുറക്കാട് കരൂർ സ്വദേശിനി ഷിബിന, പുന്നപ്ര സ്വദേശിനി ഉമൈബ എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം മരണം പതിവാവുകയാണ്. സർക്കാർ ഇത് ഗൗരവമായി കണ്ടിട്ടില്ല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും തയ്യാറായിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിലെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും അത് ആവർത്തിക്കാതിരിക്കാതെ മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഞാനിപ്പോൾ നേരത്തെ അവിടെ കണ്ണൂരിൽ പോയി കണ്ടപ്പോൾ അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും കണ്ണു തുറക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ കസ്റ്റഡിയിൽ ഇത് നോക്കേണ്ട മന്ത്രി എന്താ ചെയ്യുന്നത്? ഉത്തരവാദപ്പെട്ട സർക്കാർ എന്താ ചെയ്യുന്നത്? ഇത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്, അതിൽ സംശയം വേണ്ട. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ മുൻകരുതൽ എടുക്കാറുമില്ല. ദുരന്തം ആവർത്തിച്ചിട്ടും കണ്ണു തുറക്കാത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷത്തിനിടയ്ക്ക് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളിന്മേൽ എന്തു നടപടി സ്വീകരിച്ചു? ഇത്രയും ദുരന്തങ്ങളുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി ആശുപത്രി സന്ദർശിച്ചിട്ടില്ലെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഇന്റേണൽ കമ്മിറ്റി, എന്ത് സംഭവം ഉണ്ടായാലും ഇന്റേണൽ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടുകൾ എന്തായി? കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രം എടുക്കുക. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ലാപ്സുകള്, വീഴ്ചകള്, അതിന് അന്വേഷിച്ച റിപ്പോർട്ടുകൾ ഇവിടെ പോയി പരസ്പരം അവസാനം രക്ഷപ്പെടുത്തിയെടുത്ത് ഇന്റേണൽ റിപ്പോർട്ട് അതുകൊണ്ടല്ല നമ്മൾ അന്വേഷിക്കാൻ പറയുന്നത്. അന്വേഷിച്ചാൽ മരിച്ച രോഗി തിരിച്ചു വരില്ല അന്വേഷിച്ചാൽ. പക്ഷെ അടുത്തൊരു രോഗി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കാനുള്ള അവസ്ഥയല്ലേ ഇത് അന്വേഷിക്കുക എന്ന് പറയുന്നത്? അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ കഴിയുന്നില്ല, പരാജയപ്പെട്ടു.